വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ കർണാടക മദ്യവും തോട്ടകളും കൊണ്ടുവച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന അനീഷ് മാമ്പിള്ളിയാണ് കസ്റ്റഡിയിലായത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കി എന്നുള്ളത് വലിയ ചർച്ചയായതാണ്. കോൺഗ്രസ് പിന്നീട് സുർജിത്ത് അയ്യപ്പത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ കർണാടക മദ്യവും തോട്ടകളും കൊണ്ടുവച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന അനീഷ് മാമ്പിള്ളിയാണ് കസ്റ്റഡിയിലായത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ ചർച്ചയായ വിഷയമാണ്. നിരപരാധിയായ ഒരു മനുഷ്യൻ കുറേ ദിവസം ജയിലിൽ കിടന്ന കേസാണ്. പാർട്ടി നടപടിയൊക്കെ സ്വീകരിച്ചതാണ് ഈ അനീഷ് മാമ്പിള്ളിക്കെതിരെ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് സുർജിത്ത് അയ്യപ്പത്ത്? ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ കേസ് അന്വേഷണത്തിന്റെ ഇടയിലാണ് ഒളിവിലായിരുന്ന അനീഷ് മാമ്പിള്ളിയുടെ അറസ്റ്റ് കസ്റ്റഡി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കുശാൽ നഗറിൽ നിന്നാണ് അറസ്റ്റ്. ഇദ്ദേഹം ഫോൺ രേഖകളടക്കം പരിശോധനയ്ക്ക് വിധേയമായി അങ്ങനെ ബാംഗ്ലൂരുവിലാണ് അന്വേഷണ സംഘം എത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുശാൽ നഗറിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുന്ന നടപടിയുമാണ് ഇപ്പോൾ പോലീസ് സംഘം സ്വീകരിച്ചിട്ടുള്ളത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇദ്ദേഹത്തെ ബത്തേരിയിൽ എത്തിക്കും. ബത്തേരി മീനങ്ങാടി കോൺഗ്രസിന്റെ മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ അനീഷ് മാമ്പിള്ളി. ഇതേ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുള്ളൻകൊല്ലിയിലുണ്ടായ ഗ്രൂപ്പ് വഴക്കും അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനകത്തെ സംഭവവികാസങ്ങളുമാണ് വാർഡ് പ്രസിഡന്റായ തങ്കച്ചന്റെ വീട്ടിൽ ഇത്തരത്തിൽ തോട്ടകളും ഒപ്പം തന്നെ മദ്യവും, അതായത് കർണാടക മദ്യമാണ്, പാക്കറ്റ് മദ്യമാണ്, ആ മദ്യവും കൊണ്ടുചെന്ന് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഇതിനുശേഷം ഈ തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത് 17 ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് പോലീസ് ബന്ധുക്കളുടെ പരാതി തുടർന്ന് വീണ്ടും SP നൽകിയ പരാതിയിലാണ് വീണ്ടും അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് പ്രസാദ് എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അനീഷ് മാമ്പിള്ളിക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് എന്ന് ബോധ്യപ്പെട്ടു. അനീഷ് മാമ്പിള്ളിയുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ കർണാടക മദ്യവും തോട്ടകളും അവിടേക്ക് എത്തിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നു. ഇതേ തുടർന്നാണ് ഇയാളെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തത്. FIR ഇട്ടു. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന്റെ ഇടയിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ലുക്കൌട്ട് നോട്ടീസിന്റെ ഭാഗമായി അത്തരത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു പോലീസ് സംഘം. ഇതിനിടയിലാണ് ഇപ്പോൾ ഒളിവിൽ പോയ അനീഷ് മാമ്പിള്ളിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ വിവാദമായിരുന്നു. പാർട്ടിയിൽ നിന്നും നീതി കിട്ടിയില്ല എന്നുള്ളത് തങ്കച്ചൻ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. 24നോടാണ് തങ്കച്ചൻ ഇക്കാര്യം അറിയിച്ചത്, പ്രതികരിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതിയില്ല, തന്നെ ഈ നിലയിൽ കുടുക്കിയത് മാത്രമല്ല ഈ ജയിലിലടയ്ക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി. മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ അനീഷ് മാമ്പിള്ളിയെ കോൺഗ്രസ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അനീഷ് മാമ്പിള്ളിയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില നേതാക്കളാണ് എന്നുള്ള ആക്ഷേപമൊക്കെ തങ്കച്ചൻ ഉയർത്തിയതുമാണ്. ഇപ്പോഴെന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.